കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്ന് 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. കോർപ്പറേഷൻ ഓഫീസിൽ നേരത്തെ ബിജെപിയുടെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത്. സെക്രട്ടറിയുടെ മുന്നിൽ നിന്നുള്ള പ്രതിഷേധമാണ് തർക്കമായി മാറിയിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. അഭിജിത്ത് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ അതിനു മുൻപ് നമുക്ക് കേട്ടുവരും. റിപ്പോർട്ട് നൽകിയിട്ട് തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ട സാഹചര്യം നടപടിയെടുക്ക് തീരുമാനാക്കി പോയാൽ മതി. പോവുക എന്നിട്ട് ആളും പോകുന്നുള്ളൂ. അങ്ങനെ പോകാൻ ഉദ്ദേശമില്ല. എന്തായാലും നിങ്ങൾ ഇനി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം 3 ആളുകൾ കോഴിക്കോട് കോർപ്പറേഷൻ ഒരു ഭാഗത്ത് തീപിടുത്തോ ഒരു ഭാഗത്ത് താപം കെട്ടിടം ആളെ ഭരിക്കുന്നത് ഒരു നടപടിയുമില്ല. തോന്നിയാസോ നടക്കില്ല. തീരുമാനാക്കിട്ട് പോയാൽ മതി. ആദ്യം ഇത് ആരാ വീഴ്ച വരുന്നത്, ആർക്കതിനൊക്കെ നടപടി എടുക്കണം അത് പറയൂടാ. ഇതിന് പോയാൽ മതി. ഇതിന്റെ ആള് പോകുന്നുള്ളൂ. ആളിരിക്കുകൾ അഭിജിത്ത് നേരത്തെ സംസാരിക്കുന്നതായിരുന്നു കേട്ടത്. പക്ഷേ അത് വാക്ക് തർക്കത്തിലേക്ക് മാറി കൃത്യമായി പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് മനസ്സിലാക്കുന്നു. രൂക്ഷമാകുകയാണ് സെക്രട്ടറിക്ക് മുന്നിലല്ലേ? തീർച്ചയായും സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, വ്യക്തമായൊരു മറുപടി സെക്രട്ടറി പറയണം, നേരിൽ നിന്നടക്കം ഉണ്ടാകണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. ഇതിലവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊരു കെട്ടിടം, അത് കാലപ്പഴക്കം ചെന്ന കെട്ടിടം അവിടെ ഉണ്ടാകുമ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ, അവിടെ ലൈസൻസുകൾ നൽകാതിരിക്കാൻ വേണ്ട നടപടികൾ, അത്തരം പ്രവർത്തനങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായോ, ഉദ്യോഗസ്ഥരുടെ അടക്കം ഭാഗത്തുനിന്നുണ്ടായോ എന്ന ചോദ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു വീഴ്ച കോർപ്പറേഷന് സംഭവിച്ചു. ആ വീഴ്ചയാണ് ഇപ്പോൾ ഈ 3 പേരുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു വിമർശനം കൂടി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദികളായവരെ കൃത്യമായ രീതിയിൽ തന്നെ നടപടി ഉണ്ടാവുക, ഇതിനൊരു ഉത്തരം പറയുക, എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തമായൊരു മറുപടി പറയുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രവർത്തകരുടെ ആവശ്യം. അങ്ങനെയാണ് ഇപ്പോൾ അവർ ഒരു പ്രതിഷേധമായി ഈ സെക്രട്ടറിയുടെ മുറിയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതിഷേധം തുടരാൻ തന്നെയാണ്. തീർച്ചയായിട്ടും പ്രതിഷേധം തുടരും. ഇപ്പം മനസ്സിലാക്കുന്നത്, ഈ ബിൽഡിങ്ങിന്റെ അകത്ത്, ഈ പൊളിഞ്ഞു വീണ ബിൽഡിങ്ങിൽ കഴിഞ്ഞ ആഴ്ച പുതിയൊരു ഷോപ്പിന്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. ഇപ്പൊ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്, സെക്രട്ടറി പറയുന്നത് ഈ ബിൽഡിംഗ് അൺഫിറ്റ് ആണെന്നുള്ള റിപ്പോർട്ട് നേരത്തെ കോർപ്പറേഷൻ ഉണ്ട് എന്നാ സെക്രട്ടറി ഇപ്പം ഇവിടുന്ന് പറഞ്ഞത്. അങ്ങനെ അൺഫിറ്റ് ആണെന്നുള്ള റിപ്പോർട്ടുള്ള ഒരു സാഹചര്യത്തിൽ പുതിയ കട എങ്ങനെയാണ് തുടങ്ങുക? അവിടെ നാളെ ഒഴിപ്പിക്കണ്ടേ? നടപടി സ്വീകരിക്കണ്ടേ? ആ ഇപ്പൊ സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? അറിയില്ല. അതെ, 2 തട്ടിലാണ്. സെക്രട്ടറി ഇപ്പൊ ഇവിടുന്ന് നിങ്ങളെ മുന്നിൽ തന്നെ പറഞ്ഞത് റിപ്പോർട്ട് ഉണ്ടെന്ന്, ഈ ബിൽഡിംഗ് അപകടാവസ്ഥയിലാണെന്നുള്ള റിപ്പോർട്ട് ഉണ്ടെന്ന് സെക്രട്ടറി പറയുന്നത്. മേയർ പറയുന്നില്ല. പിന്നെ അതെങ്ങനെയാ പൊളിഞ്ഞു വീണ്? ഒരാഴ്ച മുമ്പാ ഒരു കട ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തോന്നിയാസം വേറെ എവിടെ നടക്കുമോ? ശക്തമായിട്ടുള്ള സമരമായിട്ട് പോകും. ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഈ നിരന്തരമായിട്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇതുപോലെ ആളുകൾ മരിക്കുന്ന സംഭവം ഉണ്ടാകുക, ഇത് ഒരു നിലക്കും വെച്ച് ഉറപ്പിക്കാൻ പറ്റൂല. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ട് സെക്രട്ടറി എടുത്ത് പോയാൽ മതി. അതന്നെയാ തീരുമാനം. അല്ലേ? ഇത് ഇങ്ങനെ തന്നെയാണ്. ഇതിനൊരു മറുപടി പറയാതെ പോകാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ, അതായത് പഴയ കെട്ടിടം ഉൾപ്പെടെ അപകടാവസ്ഥയിലാണ് എന്നൊരു റിപ്പോർട്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഉണ്ടായിരുന്നു. അത് 2024 അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായത്. ഇതിന് പിന്നാലെ തന്നെ ഈ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ കൗൺസിലിൽ തീരുമാനവും വന്നതാണ്. അക്കാര്യം അങ്ങനെ ഒരു തീരുമാനം എങ്ങനെയാണ് അവിടെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുക, ഏത് രീതിയിലാണ് ഇത്തരം
നടപടി സ്വീകരിക്കണം. ഈ സെക്രട്ടറിന്റെ മുൻപുണ്ടായിരുന്ന സെക്രട്ടറിക്ക് മാസങ്ങൾക്ക് മുന്നേ റിപ്പോർട്ട് വന്നാണ് ബിൽഡിംഗ് അൺഫിറ്റ് ആണ്. കഴിഞ്ഞ ആഴ്ച അവിടെ പുതിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ആരാ ലൈസൻസ് കൊടുക്കുന്നത്? ഇവർ കൊടുത്തിട്ടല്ലേ? ഇതുപോലെ തന്നെ മാസങ്ങൾക്ക് മുന്നേ മോഡൽ സ്കൂളിൽ കെട്ടിടം പൊളിഞ്ഞു പോകാനായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ജീവൻ ഭീഷണിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഇപ്പോഴും പറഞ്ഞ 10 ദിവസം കൂടെ നടപടി എടുക്കുന്ന. ഇനി അത് പൊളിഞ്ഞു വീണത് കുട്ടികൾ ഭരിക്കേണ്ടി വരും. ഒരു നടപടിക്കാൻ അങ്ങനത്തെ നടപടി ഇനി പറ്റില്ല. ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചു പോകാൻ വന്നല്ല, പ്രതിഷേധിച്ചിട്ട് അതിന്റെ നടപടി സ്വീകരിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! പ്രതിഷേധം 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 യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ സെക്രട്ടറിക്ക് മുന്നിൽ നടക്കുന്നത്. അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ്. പോലീസ് എത്തി ഇപ്പോൾ അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റുകയാണ്. നേരത്തെ BJP പ്രതിഷേധിച്ച കൌൺസിലർമാരെ മാറ്റിയിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. സെക്രട്ടറിയുമായി സംസാരിച്ചു, വാക്കുതർക്കമായി, ഉപരോധിച്ചു. തുടർന്ന് അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ്. സിനോജ് കൂടിയുണ്ട്. സിനോജ്, അവർ ചോദിക്കുന്ന ചോദ്യം ന്യായമല്ലേ? അൺഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കെട്ടിടത്തിന് എങ്ങനെയാണ് പിന്നീട് കഴിഞ്ഞ ആഴ്ച ഒരു ഷോപ്പ് തുടങ്ങാൻ കഴിയുക? ഇതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ലേ? മേയറും സെക്രട്ടറിയും പറയുന്നതിൽ പരസ്പര വൈരുദ്ധ്യമുണ്ടെന്നല്ലേ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും സമരക്കാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഗൗരവമുള്ളതാണ്. കാരണം 3 ജീവനുകളാണ് നഷ്ടമായത്. കാരണം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് കാണുന്നത്. അതായത് സെക്രട്ടറി പറഞ്ഞത് നടപടിയെടുക്കുമെന്നാണ് ഈ പ്രതിഷേധക്കാരോട് സെക്രട്ടറി പറഞ്ഞത്. അതായത് നടപടിയെടുത്താൽ പോരാ, ആ നടപടി ഇപ്പോൾ വേണമെന്നാണ് പറയുന്നത്. കാരണം ഓരോ തവണ സമരം ചെയ്യുന്ന ഘട്ടത്തിൽ നടപടിയെടുക്കുമെന്ന് മാത്രം പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വീഴ്ചകൾ കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാകുന്നു. ആ നടപടി എന്താണെന്ന് രേഖാമൂലം ഇപ്പോൾ നൽകണമെന്നാണ് പ്രതിഷേധക്കാർ പറയുകയും ചെയ്തത്. നേരത്തെ BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു, അതും പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് മാറ്റി. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസുകാർ സെക്രട്ടറി ഉപരോധിച്ചു. സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടു പരിശോധിക്കാം, നടപടി എടുക്കാമെന്ന് സെക്രട്ടറി പറഞ്ഞു. പക്ഷേ യൂത്ത് കോൺഗ്രസുകാർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. യൂത്ത് കോൺഗ്രസുകാർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അവർ പറയുന്നത് എന്താണ് നടപടിയെന്ന്, ആ നടപടി ഇപ്പോൾ എടുത്തത് രേഖാമൂലം ഞങ്ങളെ അറിയിക്കണമെന്ന ഒരു നിർബന്ധത്തിൽ യൂത്ത് കോൺഗ്രസുകാർ നിന്നു. കാരണം 3 പേരുടെ ജീവനാണ് നഷ്ടമായത്. 2024 കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകുകയും കോഴിക്കോട് കോർപ്പറേറ്റ് കൌൺസിൽ അത് തീരുമാനിക്കുകയും ചെയ്ത കെട്ടിടം, ആ കെട്ടിടത്തിന് 2 ആഴ്ച മുമ്പ് പുതിയൊരു കട പ്രവർത്തനം തുടങ്ങുന്നു. ആ ഘട്ടത്തിൽ സെക്രട്ടറി പറയുന്നത് പുതിയ ലൈസൻസ് അനുവദിച്ചിട്ടില്ല, നിലവിലുള്ള ലൈസൻസ് തുടർന്ന് പോവുക മാത്രമാണ് ചെയ്തെന്നൊരു വാദമാണ് സെക്രട്ടറി പറഞ്ഞത്. ആരുടെ ഭാഗത്താണ് വീഴ്ച വന്നത്, അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസുകാർ പറഞ്ഞു. നടപടിയെടുക്കാം, അന്വേഷിക്കട്ടെ എന്ന നിലപാടിലേക്ക് സെക്രട്ടറി എത്തി. പക്ഷേ അന്വേഷിച്ച് മുന്നോട്ട് പോകാനുള്ള സമയമില്ല. ആ നടപടി എന്താണെന്ന് ഇപ്പോൾ അറിയിക്കണം എന്നാണ്